ക്ലാഷ് അറ്റ് ദി കാസ്റ്റൽ പേപ്പർ വ്യൂല് ഒരു മാച്ച് ബ്ലഡ് മാച്ച് ആക്കി നടത്താൻ വേണ്ടിയിട്ട് WWE ഒരു വലിയ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ മാച്ച് ഏതാണ് എന്ന് ഈ വീഡിയോയിൽ പറയാം. അതിനോടൊപ്പം നമ്മൾ ഇത്രയും നാൾ കാത്തിരുന്ന അങ്കിൾ ഹൗഡിയുടെ റിട്ടേൺ ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട്. അതുകൂടാതെ ഡ്രൂ മാക്കൻഡയർ ഫേസ് ആയോ എന്നൊക്കെ ഇപ്പോഴും പലർക്കും ഡൗട്ട് ഉണ്ടാകാം. അപ്പോൾ അതിനെപ്പറ്റിയെല്ലാം പറഞ്ഞുകൊണ്ട് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇന്നലെ നടന്ന റോ എപ്പിസോഡിലും അതിന് മുൻപ് നടന്ന റോ എപ്പിസോഡിലും ഡ്രൂ മാക്കൻഡയർ ഒരു ഫേസ് റെസ്ലറുടെ പോലെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇതിൽ ഇന്നലത്തെ റോ എപ്പിസോഡിൽ കറക്റ്റായിട്ടും ഒരു ഫേസ് റെസ്ലർ എങ്ങനെയാണോ മുന്നോട്ട് പോവുക അതുപോലെയാണ് മാക്കൻഡയർ മുന്നോട്ട് പോയിട്ടുള്ളത്. അതുകൂടാതെ മാച്ച് കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ റോ എൻഡ് കാർഡ് കാണിച്ചതിന് ശേഷം അവിടെയുള്ള ഓഡിയൻസിനെല്ലാം കൈ കൊടുത്തുകൊണ്ടും മാക്കൻഡയർ ഒരു ഫേസ് റെസ്ലറുടെ പോലെ തന്നെയാണ് മുന്നോട്ട് പോയത്. അപ്പോൾ പലർക്കുമുള്ള ഡൗട്ട്, ഡ്രൂ മാക്കൻഡയർ വീണ്ടും ഫേസ് ആയോ? അപ്പോൾ CM പങ്കുമായിട്ട് മാച്ച് വരുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? CM പങ്ക് ഹീൽ ടേൺ ചെയ്യുമോ എന്നൊക്കെയാണ്. അപ്പോൾ ഇതിനെപ്പറ്റി ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അതായത് ഡ്രൂ മാക്കൻഡയർ 2 ക്യാരക്ടറാണ് ചെയ്യുന്നത്, ഒരേ സമയം ഫേസും ഹീലും ആവുന്നത് പോലെ. അതായത് മാക്കൻഡയർ എന്ത് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ചെയ്യും. ഈ ഒരു ലെവലിലാണ് WWE കാണിക്കുന്നത്. പിന്നെ ക്ലാഷ് അറ്റ് ദി കാസ്റ്റൽ നടക്കുന്നതും ഒരു കാരണമാണ്. അപ്പോൾ ഡാമിൻ പ്രീസ്റ്റുമായിട്ടുള്ള മാച്ച് എല്ലാം കഴിയുമ്പോൾ മാക്കൻഡയർ വീണ്ടും വില്ലനായി CM പങ്കിന്റെ കൂടെ സ്റ്റോറി പോകും. പിന്നെ ക്ലാഷ് അറ്റ് ദി കാസ്റ്റൽ പ്രഡിക്ഷൻ വീഡിയോ പറ്റാണെങ്കിൽ നാളെ ചെയ്യാം, അല്ലെങ്കിൽ ഇന്ന് പറ്റാണെങ്കിൽ ഇന്ന് ഇടാം. അഥവാ ടൈം കിട്ടിയില്ലെങ്കിൽ ഉറപ്പായിട്ടും നാളെ ചെയ്യാം. സപ്പോർട്ട് ചെയ്യുക. ഇനി ഡൊമിനിക് മിസ്റ്റീരിയോ, ലിവ് മോർഗൻ ഇവരുടെ ലവ് സ്റ്റോറിയെ പറ്റി പറയാം. അപ്പോൾ റോ റിവ്യൂവിൽ ഇവരുടെ ലവ് സ്റ്റോറി വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് പലരും കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് ഇവരുടെ സ്റ്റോറി പോകുന്നത്, കാണാൻ നല്ല രസമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഈ ഒരു ലവ് സ്റ്റോറി എവിടെ ചെന്ന് അവസാനിക്കും എന്നുള്ളതിൻ്റെ ഒരു സൂചനയും ഇന്നലത്തെ റോ എപ്പിസോഡിൽ WWE ലൈവ് TVയിൽ തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ലിവ് മോർഗൻ ഡൊമിനിക് മിസ്റ്റീരിയോയ്ക്ക് കൊടുത്തു പോയ ഹോട്ടൽ റൂമിൻ്റെ കീക്കുള്ള എന്തോ ഒരു കാർഡ് ഫിൻ ബാലർ ഒരു സെഗ്മെന്റിൽ അടിച്ചു മാറ്റുന്നതായിട്ട് കാണിച്ചിട്ടുണ്ട്. അതായത് എല്ലാവരുടെയും ശ്രദ്ധ തെറ്റുമ്പോൾ ബാക്ക് സ്റ്റേജ് സെഗ്മെന്റിൽ വെച്ച് ഫിൻ ബാലർ അത് അടിച്ചു മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഫിൻ ബാലർ ഡൊമിനിക് മിസ്റ്റീരിയോനെ ലിവ് മോർഗന്റെ അടുത്ത് നിന്ന് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ലവ് സ്റ്റോറി ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയെല്ലാം ചെയ്യുന്നത്. ഈ ഒരു ടൈപ്പിലാണ് കാണിക്കുന്നത് എങ്കിലും ഫിൻ ബാലർ അവസാനം ഡൊമിനിക് മിസ്റ്റീരിയോനെ പറ്റിക്കുന്നത് പോലെ കാണിച്ചേക്കാം എന്നൊക്കെയാണ് പറയുന്നത്. അതായത് ഇവരുടെ ലവ് സ്റ്റോറിയിൽ ഫിൻ ബാലറിനെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ല ഇൻട്രസ്റ്റിംഗ് ആക്കിയിട്ട് കൊണ്ടുപോകാൻ ചാൻസ് ഉണ്ട് എന്ന്. അപ്പോൾ അതിൻ്റെ ചില ഭാഗമായിട്ടാണ് ഡൊമിനിക്കിനെ വന്ന് തടയുന്നതും ഈ കാർഡെല്ലാം അടിച്ചു മാറ്റിയിട്ടുള്ളതും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിലും അടിപൊളിയായിരിക്കും. ഇപ്പോൾ എന്തായാലും ലവ് സ്റ്റോറി സെറ്റായിട്ടാണ് പോകുന്നത്. നോക്കാം ഫിൻ ബാലർ ഇടപെട്ട് ലിവ് മോർഗനെ തട്ടിയെടുക്കുന്നത് പോലെ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമോ എന്ന്. ഇപ്പോൾ ഇത്തരത്തിൽ ചില കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇത് കൺഫേമായി നടക്കും എന്നല്ല, ഫിൻ ബാലർ കാർഡ് അടിച്ചു മാറ്റിയതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു ഡൗട്ടെല്ലാം ആളുകൾക്ക് വന്നിട്ടുള്ളത്. ഇനി അങ്കിൾ ഹൗഡിയുടെ റിട്ടേണിനെ പറ്റി പറയാം. ഏകദേശം 70 ദിവസത്തോളമായിട്ടുണ്ട് WWE QR കോഡ് അല്ലെങ്കിൽ അങ്കിൾ ഹൗഡി റിട്ടേൺ ചെയ്യുന്നതിൻ്റെ ചില ടീസെല്ലാം ചെയ്യാൻ തുടങ്ങിയിട്ട്. ഓരോരോ സ്പെഷ്യൽസ് വരുമ്പോൾ അതിൽ വരും, അതിനുശേഷം വരുന്ന സ്പെഷ്യൽസിൽ വരും എന്നൊക്കെ പറഞ്ഞ് എന്നെപ്പോലെയുള്ള പല ചാനലും വീഡിയോ എല്ലാം ഇട്ടിട്ടുണ്ടാകും. എന്നാൽ ഇപ്പോൾ നമ്മൾക്കറിയാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ ഇന്നലെ കാണിച്ച QR കോഡിൽ അങ്കിൾ ഹൗഡിയുടെ റിട്ടേൺ മെൻഷൻ ചെയ്തിട്ടുള്ളത് ക്ലാഷ് അറ്റ് ദി കാസ്റ്റൽ കഴിഞ്ഞതിന് ശേഷമുള്ള ഫസ്റ്റ് റോ എപ്പിസോഡിലാണ് അങ്കിൾ ഹൗഡി വരും എന്ന് പറഞ്ഞിട്ടുള്ളത്. അതായത് നെക്സ്റ്റ് വീക്ക് നടക്കുന്ന റോ എപ്പിസോഡിൽ അങ്കിൾ ഹൗഡി ഉറപ്പായിട്ടും വരുമെന്നാണ് പറയുന്നത്. അതിനുശേഷം ഒരു സ്റ്റോറി എല്ലാം ചെയ്ത് സമ്മർ സ്ലാമിൽ മാച്ച് കാണാം. ഇനി ക്ലാഷ് അറ്റ് ദി കാസ്റ്റൽ പേപ്പർ വ്യൂവിൽ WWE നടത്താൻ പോകുന്ന ബ്ലഡ് വരുന്ന മാച്ച് അല്ലെങ്കിൽ ബ്ലഡിസ്റ്റ് മാച്ച് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ മാച്ച് മറ്റൊന്നുമല്ല, അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യൻഷിപ്പ് ആണ്. കോഡി റോഡ്സ്, AJ സ്റ്റൈൽസ് ഇവർക്ക് നടക്കുന്ന ഐ ക്യൂട്ട് മാച്ചാണ് WWE ബ്ലഡിസ്റ്റ് മാച്ചാക്കി മാറ്റാൻ പോകുന്നത്. അതായത് ഈ മാച്ചിൻ്റെ ക്ലൈമാക്സിൽ AJ സ്റ്റൈൽസിനും കോഡി റോഡ്സിനും നിറയെ ബ്ലഡ് വരുന്നതായിട്ട് കാണിക്കാനുള്ള പ്ലാൻ ഇവർക്ക് ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ കാണിക്കാനുള്ള കാരണം ഇവരുടെ മാച്ച് പോലെ മുൻപ് നടന്നപ്പോൾ മാച്ച് വേറെ ലെവലായിരുന്നു, പക്ഷെ സ്റ്റോറിയൊന്നും അത്രയ്ക്ക് സെറ്റായിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഇവരുടെ സ്റ്റോറി അടിപൊളിയായിട്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മാച്ചിൽ ഇതുപോലെയുള്ള ബ്ലഡും കാര്യങ്ങളെല്ലാം കൊണ്ടുവന്ന് ഇൻട്രസ്റ്റിംഗ് ആക്കി കൊണ്ടുപോകാനാണ് ഇവരുടെ പ്ലാനായിട്ട് നമ്മൾക്കറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ക്ലാഷ് അറ്റ് ദി കാസ്റ്റൽ പേപ്പർ വ്യൂവിൽ ഈ മാച്ചിൽ മിക്കതും ബ്ലഡ് വരുന്നത് പോലെ കാണിക്കാൻ ചാൻസ് ഉണ്ട്. ഇതിനർത്ഥം 100% കാണിക്കുമെന്നല്ല, ഇപ്പോൾ ഇവർക്ക് ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ട് എന്നാണ് നമ്മൾക്കറിയാൻ സാധിക്കുന്നത്. ഇതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. പിന്നെ ഇന്ന് നടന്ന NXTയിൽ അൺഡിസ്പ്യൂട്ടഡ് ചാമ്പ്യൻ കോഡി റോഡ്സ് വന്നതിന് ശേഷം NXT ചാമ്പ്യനായ ട്രിക് വില്യംസുമായിട്ട് ഒരു ചെറിയ സെഗ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സെഗ്മെൻറ്റിൽ നെക്സ്റ്റ് വീക്ക് NXTയിൽ ഒരു ബാറ്റിൽ റോയൽ മാച്ച് നടക്കുമെന്നും
ആ മാച്ചിൽ വിൻ ചെയ്യുന്നവർക്ക് ട്രിക് വില്യംസിന്റെ കൂടെ ചാമ്പ്യൻഷിപ്പ് മാച്ച് കിട്ടും എന്നുള്ളതാണ് കോഡി റോഡ്സ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതോടുകൂടി ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക,